അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓപ്പൺ ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഓപ്പൺ ബുക്കിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നിങ്ങളുടെ കമൻറ്റ്സ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞങ്ങളുടെ ബാച്ചാണ് ആദ്യം ഓപ്പൺ ബുക്ക് അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസസും അതുപോലെ നിങ്ങൾക്ക് വന്നിട്ടുള്ള കുറച്ച് ഡൗട്ട്സ് അതെനിക്കും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാനത് ക്ലാരിഫൈ ചെയ്തുതരാം. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ നമുക്ക് എന്തായാലും തുടങ്ങാം. ഫസ്റ്റ് ഓപ്പൺ ബുക്ക് നമുക്കൊരു ഇൻട്രോ ഞാൻ പറഞ്ഞു തരാം. ഏത് സബ്ജക്റ്റ് ആണെന്നൊക്കെ അറിയണമല്ലോ. അപ്പോൾ നമുക്ക് സെക്കൻഡ് സെമസ്റ്റർ MA ഇംഗ്ലീഷ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ MA ഇംഗ്ലീഷിൽ നമുക്ക് ഫൗണ്ടേഷൻ സ്കിൽ ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞ പേപ്പർ സെക്കൻഡ് സെമസ്റ്ററിൽ വരുന്ന പേപ്പറാണ്. അത് നമുക്ക് ഓപ്പൺ ബുക്കായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത്. നമുക്ക് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്, അതുപോലെ തന്നെ എങ്ങനെ പഠിക്കേണ്ടതെന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഫസ്റ്റ് തന്നെ നമ്മുടെ ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് ഞാൻ പറയാം. എനിക്കും അങ്ങനെ തന്നെ ആയിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം ഓപ്പൺ ബുക്ക് അല്ലേ, ടെക്സ്റ്റ് വെച്ചിട്ട് എഴുതുന്ന എക്സാം അല്ല, അതിന് പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല എന്ന് വിചാരിച്ച് നമ്മൾ ആ ഒരു സബ്ജക്റ്റ് മാറ്റി വെച്ച് ബാക്കി എല്ലാത്തിനും ഫോക്കസ് ചെയ്ത് പോവും. പക്ഷേ ഓപ്പൺ ബുക്കിനാണ് നമ്മൾ ഡയറക്റ്റ് എക്സാം എഴുതുന്നതിനെക്കാട്ടി കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുക. ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാവും. അല്ല, നമ്മൾ ആ ഒരു ബുക്ക് ബാക്കി എക്സാംസിൽ പഠിക്കുന്ന പോലെ നമ്മൾ ഇതും പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം വരില്ല. അപ്പോൾ എല്ലാവരും വിചാരം ഇതാണ്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിലും നമുക്ക് ബാക്കിയുള്ള എക്സാമിന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആവും വരിക. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ റിസർച്ചിൻ്റെ ഡെഫിനിഷൻ എന്താണ്, വാട്ട് ഈസ് ദി ഡെഫിനിഷൻ ഫോർ റിസർച്ച്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഓപ്പൺ ബുക്കിൽ ചോദിക്കില്ല. പിന്നെന്താ വരിക, നമുക്ക് ഈ റിസർച്ചിൻ്റെ ഡെഫിനിഷൻ എങ്ങനെ മാറ്റാം, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ടൈപ്പിലാവും ക്വസ്റ്റ്യൻസ് വരിക. നിങ്ങൾക്ക് ഈ റിസർച്ചിൻ്റെ ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും റിസർച്ചിൻ്റെ ഡെഫിനിഷനിൽ ആഡ് ഓൺ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെയൊക്കെ പ്രാക്ടിക്കൽ വൈസ് ആവും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ടെക്സ്റ്റിൽ എല്ലാ പോയിൻറ്റ്സും എല്ലാ ടോപ്പിക്സും എന്തൊക്കെയാണ് പറയുന്നതെന്ന് ജസ്റ്റ് കവർ ചെയ്യണം. ബൈ ഹാർട്ട് ചെയ്യേണ്ട, നമുക്ക് എന്തൊക്കെയെന്ന് മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മോഡൽ ക്വസ്റ്റ്യൻസും ഉണ്ട്, അതുപോലെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് പോയി ചെക്ക് ചെയ്ത് നോക്കുക. വേണമെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻസ് ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം, ലിങ്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി കുറച്ച് ഗൈഡ് ലൈൻസ്, കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്മൾ ഈ ബുക്ക് നമ്മുടെ എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ഈ ബുക്കിൽ നമ്മുടെ വക ഒന്നും ആഡ് ഓൺ ചെയ്യാതിരിക്കുക. കാരണം നമ്മൾ സ്റ്റിക്കി നോട്ട്സൊക്കെ വെച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒക്കെ എഴുതി വെക്കും. അങ്ങനെയൊന്നും ചെയ്യരുത്. പിന്നെ ഹൈലൈറ്റ് ചെയ്യരുത്, സൈഡിലൊന്നും ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എഴുതി വെക്കുകയൊന്നും ചെയ്യരുത്. അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറയാൻ കാരണം നമ്മുടെ ഗൈഡ് ലൈൻസ് ഒരു PDF അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഗൈഡ് ലൈൻസ് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ സ്പെസിഫൈ ചെയ്ത കാര്യമാണ് ടെക്സ്റ്റിലൊന്നും എഴുതരുത്, ആഡ് ഓൺ ചെയ്യരുതെന്ന്. അപ്പോൾ നമ്മളത് ചെയ്യാതിരിക്കുക. പിന്നെ 1-2 പേജിലൊക്കെ ചെയ്തിട്ടുണ്ട്, അറിയാതെ ചെയ്തു പോയതാണ്, വലിയ രീതിക്ക് ഇല്ല, ജസ്റ്റ് അണ്ടർലൈൻ ചെയ്തതാണെന്നുണ്ടെങ്കിൽ ഇഷ്യൂസ് ഉണ്ടാവുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻവിജിലേറ്ററിൻ്റെ ഐഡിയ പോലെ ഇരിക്കും, അവരുടെ മൈൻഡ് പോലെ ഇരിക്കും. ചിലവർ വലിയ പ്രശ്നമാക്കാറില്ല, പക്ഷെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ 1-2 പേജിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ ആദ്യം തന്നെ അവരുടെ അടുത്ത് ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ടെക്സ്റ്റ് സംഘടിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. എൻ്റെ ടെക്സ്റ്റിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റത്തെ ഒരു പേജിൽ മാത്രം ഉള്ളതുകൊണ്ടാവാം അത് വലിയ സീനായില്ല. പക്ഷെ എല്ലാ പേജിലൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ചീത്ത പറയും. അപ്പോൾ അതങ്ങനെയൊന്നും ചെയ്യരുത്. പിന്നെ ടെക്സ്റ്റ് നമുക്ക് ഫുൾ ടൈം ഉപയോഗിക്കാം കേട്ടോ. നമ്മുടെ ടെക്സ്റ്റ് 3 മണിക്കൂറാണ് നമുക്ക് എക്സാം ഉള്ളത്, 3 മണിക്കൂർ ഉപയോഗിക്കുക, അല്ലാതെ 15 മിനിറ്റ് ഒന്നുമല്ല. ഞങ്ങൾക്ക് അങ്ങനെ ആയിരുന്നു. ഇനി ഈ പ്രാവശ്യത്തെ ഗൈഡ് ലൈൻസ് എന്താണെന്ന് നിങ്ങൾക്ക് ഒരു PDF തരും, അത് നിങ്ങൾ ജസ്റ്റ് എന്തായാലും വായിച്ച് നോക്കണം. ഇനി ഈ പ്രാവശ്യം അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിയാതെ പോവരുത്. അപ്പോൾ നിങ്ങളത് എന്തായാലും വായിച്ച് നോക്കണം. നമുക്ക് 3 മണിക്കൂർ ഉപയോഗിക്കായിരുന്നു. ഫസ്റ്റത്തെ 15 മണിക്കൂറൊന്നുമല്ല, 15 മിനിറ്റ് അല്ല, നമുക്ക് ഫുൾ ടൈം നമ്മുടെ ടെക്സ്റ്റ് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ വരുന്ന ഒരു ഡൗട്ടാണ്, ഞാൻ എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ വെച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. എനിക്ക് വന്നിട്ടുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് തരാം. പിന്നെ നിങ്ങൾ കമൻസിൽ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, അതും പറഞ്ഞുതരാം. അപ്പോൾ എങ്ങനെ ഇതിന് പഠിക്കേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈ ഹാർട്ട് ചെയ്യാതെ, നമുക്കിപ്പോൾ റിസർച്ച് ടൈപ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഓരോ റിസർച്ച് ടൈപ്പും ഏത് സിറ്റുവേഷനിലാണ് അപ്ലൈ ചെയ്യുക, ഓരോന്നിനും ചിലപ്പം മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാവും നമുക്ക് ഡിഫറൻസ് വരിക. അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കി വയ്ക്കുക. ടെക്സ്റ്റ് നമ്മുടെ കയ്യിലുള്ളത് അതുകൊണ്ട് ഈ ചെറിയ ചെറിയ ഡിഫറൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് തുറന്നു നോക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഓരോ റിസർച്ച് ടൈപ്പും ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ആ ഒരു ഇഷ്യൂ വരില്ല. ഒരു ക്വസ്റ്റ്യൻ വന്ന് ഒരു സിറ്റുവേഷൻ തരും, ഈ ഒരു സിറ്റുവേഷനിൽ ഏത് റിസർച്ച് ടൈപ്പ് നിങ്ങൾ അപ്ലൈ ചെയ്യും, ഏതാണ് കുറച്ചുകൂടെ ആപ്റ്റ് ആവുക, അതിൻ്റെ ഡെഫിനിഷനും അതിൻ്റെ
ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നൊക്കെ അങ്ങനെയൊക്കെ ചോദ്യം വരിക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു റിസർച്ച് ടൈപ്പിനെ കുറിച്ചിട്ട് തറവായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കിങ്ങനെ എന്താ പറയുക, ഡയറക്റ്റ് അല്ലാതെ വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്കത് ഏതാണെന്ന് എഴുതാൻ പറ്റില്ല. അപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് ഇന്ന റിസർച്ച് ടൈപ്പിൻ്റെ ഫീച്ചേഴ്സ് എഴുതുമെന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ബുക്കിൽ നിന്ന് എഴുതാം. പക്ഷേ ഇങ്ങനൊരു സിറ്റുവേഷൻ തന്നിട്ട് ഇവിടെ ഏതാണ് അപ്ലൈ ചെയ്യാൻ എളുപ്പം എന്ന് ചോദിക്കും, പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. അതിനാണ് നിങ്ങളോട് പറയുന്നത്, ടെക്സ്റ്റിലുള്ള എല്ലാ പോയിൻറ്റ്സും വായിച്ച് മനസ്സിലാക്കി വെക്കാൻ. ബൈ ഹാർട്ട് ചെയ്യേണ്ട, മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഓപ്പൺ ബുക്കിനെ പഠിക്കേണ്ടത്, നമ്മുടെ ടെക്സ്റ്റ് വെച്ചിട്ട് പഠിക്കേണ്ടത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല വരിക, ഇൻഡയറക്റ്റ് ആയിട്ടാണെന്ന് വരിക എന്നുള്ളത്. അപ്പം നമ്മുടെ ടെക്സ്റ്റിൽ പേജ് നമ്പർ 233 നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഡയറക്റ്റ് നമുക്ക് ഫീച്ചേഴ്സ് എന്താണ്, അല്ലെങ്കിൽ IPR എന്തിന്, അതിൻ്റെ ഫുൾ ഫോം എന്താണ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ്, അങ്ങനെയൊക്കെയാണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരിക. ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ അത് നേരെ ഓപ്പോസിറ്റ് ആവും. നമ്മുടെ ഇപ്രാവശ്യത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഞാൻ രണ്ടും കൂടെ സ്ക്രീനിൽ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാവും കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോസിൻ്റെ അടിയിൽ വന്നിട്ടുള്ള കുറച്ച് കമൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യം ചോദിച്ചിട്ടുള്ളത് ടെക്സ്റ്റ് എത്ര സമയം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് നമുക്ക് 3 മണിക്കൂറാണ് എക്സാം വരുന്നത്, നമുക്ക് 3 മണിക്കൂറും ടെക്സ്റ്റ് ഉപയോഗിക്കാം കേട്ടോ. ഇനി നിങ്ങളുടെ ഈ പ്രാവശ്യത്തെ ഗൈഡ് ലൈൻസ് എന്താണെന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം, കാരണം അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളത് നിങ്ങളുടെ ഗ്രൂപ്പിൽ വരുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് വായിച്ച് നോക്കുക. ആ റെസ്ട്രിക്ഷൻസും ഗൈഡ് ലൈൻസൊക്കെ നിങ്ങൾ നോക്കി അതിനനുസരിച്ച് ഫോളോ ചെയ്ത് പോവുക കേട്ടോ. പിന്നെ ആ ഒരു സമയത്ത് അവിടെ വെച്ചിട്ട് നിങ്ങൾക്കൊരു ഹറിബറി കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടെൻസ്ഡ് ആവും, അപ്പോൾ നിങ്ങൾക്ക് എക്സാം നല്ലപോലെ എഴുതാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് പോവാം. പിന്നീട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ടെക്സ്റ്റിൽ അറിയാതെ എഴുതിപ്പോയി, മാർക്ക് ചെയ്തു പോയി, അതിന് എന്താ ചെയ്യുക എന്നാണ്. ഒരുപാടൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ല, കാരണം നമ്മുടെ ഇൻവിജിലേറ്റർ നോക്കുന്ന സമയത്ത് നമ്മുടെ ടെക്സ്റ്റിൽ ഇങ്ങനെ മാർക്കും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ജസ്റ്റ് എന്തെങ്കിലും മുഖം കറുപ്പിച്ച് പറഞ്ഞാൽ തന്നെ നമ്മുടെ എക്സാം എഴുതാനുള്ള ഫുൾ കോൺഫിഡൻസും പോവും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാതിരിക്കുക. 1-2 പേജിലൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ വലിയ സീൻ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. നമ്മൾ എഴുതി വെച്ചിട്ടൊന്നുമില്ലെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, ഒരുപാട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ബെറ്ററായിട്ട് ഒരു ടെക്സ്റ്റ് നമ്മുടെ പ്രീവിയസ് ഇയറിലെ കുട്ടികളുടെ അടുത്ത് നിന്നൊക്കെ ചോദിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നന്നാവും നിങ്ങൾക്ക്. അല്ലെങ്കിൽ ആ ടെക്സ്റ്റിലുണ്ടാവും, അതാവും ഏത് നേരം മൈൻഡിൽ, അപ്പോൾ നിങ്ങൾക്ക് എക്സാം മര്യാദയ്ക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾ ജസ്റ്റ് വന്നിട്ടുള്ള 1-2 കമൻറ്റ്സ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയുന്ന പോലെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിനപ്പുറം എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഒരു മടിയും വേണ്ട, കമൻറ്റ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് എൻ്റെ ഫ്രണ്ട് പോലെ കണ്ടാൽ മതി, കാരണം ഞാനും നിങ്ങളെ പോലെ തന്നെയാണ്. എനിക്ക് അറിയുന്ന പോലെ ഞാൻ ഷെയർ ചെയ്ത് തരും. അല്ല എന്തെങ്കിലും കൂടുതലായിട്ട് അറിയാനുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ അറിയുന്ന ആരുടെടുത്തെങ്കിലും ചോദിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. പിന്നെ എൻ്റെ വീഡിയോൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എന്തായാലും നിങ്ങൾ റെസ്പോൺസ് നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതെനിക്കൊരു പോസിറ്റീവ് എനർജിയാണ്, കാരണം ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയാമല്ലോ. പിന്നെ ഞാനും ഈ ഒരു സ്റ്റേജിൽ ബിഗിനർ ആയതുകൊണ്ട് നിങ്ങളുടെ കമൻസാണ് എനിക്ക് പിന്നെയും വീഡിയോസ് ചെയ്യാനുള്ള ഒരു എനർജി. അപ്പോൾ അതെന്തായാലും ചെയ്യാം. റിസൾട്ട് വന്നിട്ടുണ്ട്, നമ്മുടെ സെക്കൻഡ് സെമസ്റ്ററിൻ്റെയൊക്കെ റിസൾട്ട് വന്നിട്ടുണ്ട്. ആരും തോൽപ്പിച്ചിട്ടൊന്നുമില്ല. നമ്മുടെ മാർക്കും കാര്യങ്ങളൊക്കെ അത്യാവശ്യം മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ വേണമെങ്കിൽ ഒരു വീഡിയോ അതിന് വേണ്ടി ചെയ്യാം. എക്സാമിൻ്റെ റിസൾട്ട് ഫസ്റ്റ് സെമൻ്റ് സെക്കൻഡ് സെമൻ്റേക്ക് റിസൾട്ട് വലിയ കുഴപ്പമൊന്നുമില്ലാത്ത റിസൾട്ട് തന്നെയാണ്. പിന്നെ നമ്മൾ അറിയാത്തൊരു യൂണിവേഴ്സിറ്റിയിൽ പുതുതായിട്ട് അഡ്മിഷൻ എടുത്ത് പഠിക്കുകയാണല്ലോ, അപ്പോൾ അവരുടെ മാർക്ക് സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ച് വരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് പോലെ നമുക്ക് കുറച്ച് മാർക്കൊക്കെ കുറയും, അതൊന്നും കാര്യമാക്കരുത്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നല്ലപോലെ എക്സാം എഴുതുക. താങ്ക്